ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിലുള്ള മാങ്ങ കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. മാങ്ങ ഇന്ന് ചെത്തി അരിഞ്ഞുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. മാങ്ങ കഴുകി വൃത്തിയാക്കി ചെത്തി സ്ലൈസ് ചെയ്ത പോലെ അരിഞ്ഞെടുക്കുകയാണ്. ആക്ച്വലി ഇത് വെറുതെ ഉണ്ടാക്കിയതല്ല, നമുക്ക് ഒരു അച്ചാറിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഓർഡറാണ്. അപ്പോൾ ആ ഓർഡറിന് വേണ്ടി മാങ്ങയുടെ അച്ചാർ തയ്യാറാക്കുമ്പോൾ ജസ്റ്റ് ഒന്നൊരു വീഡിയോ തയ്യാറാക്കി നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടന്നാലോ. ആദ്യം നമുക്ക് അച്ചാറിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള കടുകും ഉലുവയും കൂടി പൊടിച്ച പൊടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. 2 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ കടുക് എടുത്താൽ അതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ ഉലുവ, കടുകിൻ്റെ നേർപകുതി അളവാണ് ഉലുവ എടുക്കേണ്ടത്. ഇതെടുത്ത് ഒന്ന് ജസ്റ്റ് ചൂടാറിയ ശേഷം ഒന്ന് പൊടിച്ച് വെക്കുക. ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് ആ ചൂടായ എണ്ണയിലേക്ക് കടുക് ആദ്യം വറുക്കുക. കടുക് പൊട്ടിയ ശേഷം അല്പം ഉലുവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർക്കുക. അതിൻ്റെ ഒപ്പം കറിവേപ്പില ചേർക്കുക. കറിവേപ്പില നമ്മുടെ വീട്ടിൽ അതിൻ്റെ ഒരു ചെറിയ മരമുണ്ട്, അതിലെ കറിവേപ്പിലയാണ് ഞങ്ങൾ വീട്ടിൽ പാചകാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് തൊലി കളഞ്ഞ് വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ശേഷം മുളക് പൊടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. അതിലേക്ക് ഉപ്പ് ചേർക്കുക, പാകത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടുകും ഉലുവയും വറുത്ത് പൊടിച്ച പൊടിയുടെ 1/4 ഭാഗമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത്രേ ആവശ്യമുള്ളൂ, ബാക്കി നമുക്ക് മാറ്റി വെക്കാം. മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് മാങ്ങ ചേർക്കാം. അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്ത് അത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് പാകമാകുമ്പോഴേക്കും ബാക്കി സുർക്ക കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കിയ ശേഷം നന്നായി തിളപ്പിക്കുക. അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/4 ഭാഗം കടുക് ഉലുവ വറുത്ത ആ ഒരു മിക്സ് ചേർക്കാം. അതും പാകത്തിന് കുറച്ച് കായപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് പരുവത്തിലായ ശേഷം മാറ്റി വെക്കാം. മാങ്ങാച്ചാർ തയ്യാറായ മാങ്ങാച്ചാർ ചൂടാറിയ ശേഷം വൃത്തിയാക്കിയ 2 ബോട്ടിലേക്ക് നമുക്ക് ഒന്ന് മാറ്റാം. ബോട്ടിലേക്ക് മാറ്റിയ ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണ ചൂടാറിയ ശേഷം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ കുറേ നാൾ അച്ചാർ കേടാവാതെ സൂക്ഷിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്പൂണോ മറ്റോ തവിയോ എന്തെങ്കിലും നനവുള്ളത് അച്ചാറിൽ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ അതുകൊണ്ട് വെള്ളം തട്ടാതെ വെള്ളം നന്നായി തുടച്ച് ഈർപ്പം മാറ്റിയ ശേഷമുള്ള ഒരു തവിയോ സ്പൂണോ മാത്രം കൊണ്ട് അച്ചാർ സെർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേടാവാതിരിക്കാൻ നല്ലതാണ്. ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മുടെ വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.